ഇപ്പോഴത്തെ ലോകകപ്പ് കാലത്തെ രസം കൊല്ലിയായ വൈദ്യുതി നിയന്ത്രണം ഇനിയിപ്പോൾ ജേതാക്കൾ കപ്പുയർത്തിയാലും തീരുമെന്ന് തോന്നുന്നില്ല. കാരണം സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം നീളുമെന്നറിയിച്ചിരിക്കുകയാണ് KSEB. 10 വർഷം മുമ്പത്തെ ഇരുട്ടിലേക്ക് കേരളം വീണ്ടും പോകുന്നു എന്ന വിമർശനം ഉയർത്തുകയാണ് MV ഗോവിന്ദൻ. കൂടുതൽ തുകയ്ക്ക് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചു എന്നാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണം. സംസ്ഥാനത്ത് മഴ കുറഞ്ഞതാണ് നിലവിലെ വൈദ്യുത പ്രതിസന്ധിയുടെ കാരണമായി KSEB വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം സംസ്ഥാനത്തെ ഡാമുകളിൽ 60% ജലമുണ്ടായിരുന്നത് ഇപ്പോൾ 20% മാറി. മാർച്ച് മുതൽ മെയ് വരെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയ വൈദ്യുതി സർക്കാരിന് ജൂലൈ 15-നുള്ളിൽ തിരികെ നൽകുകയും വേണം. ഇതോടെ സംസ്ഥാനത്ത് കടുത്ത വൈദ്യുത പ്രതിസന്ധി നിലനിൽക്കുകയാണെന്നും കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയതായും പ്രതിസന്ധി പരിഹരിക്കാൻ സത്വര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി കൂടുതൽ വില കൊടുത്ത് പകൽ സമയത്ത് 19 പൈസ കിട്ടുന്ന വൈദ്യുതി രാത്രി നമുക്ക് 10 രൂപ കൊടുത്താൽ പോലും കിട്ടാനില്ല. കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നതിന് അതിൻ്റെ നിയമമനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് അപേക്ഷ നൽകി ഹിയറിംഗ് നടത്തി ഇന്നലെ അതിന് അനുമതി കിട്ടിയിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കും. പ്രയാസങ്ങൾ ചെറുതായിട്ടുണ്ടായി, അത് പരിഹരിക്കാനുള്ള സത്വര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതേസമയം 10 വർഷം മുമ്പുള്ള ഇരുട്ടിലേക്ക് കേരളം തിരികെ പോവുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ആസൂത്രണത്തിലെ പിഴവാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ആസൂത്രണത്തിലെ ഈ പിഴവ് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തെ ഇരുട്ടിലേക്ക് ആഴ്ത്തുന്നതിനിടയാക്കിയത് എന്ന് നമുക്ക് അറിയാം. സെപ്റ്റംബർ മാസം ഒഴിച്ച് ജൂലൈ മുതൽ ഡിസംബർ വരെ കൂടുതൽ നിരക്കിൽ വൈദ്യുതി വാങ്ങാനാണ് റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.